ജൻസി കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾക്കുള്ള അന്വേഷണത്തിലാണ് പാർട്ടികൾ. പാലക്കാട് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി നടൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള പ്രമുഖരെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തലുണ്ട്. പ്രാഥമിക പരിശോധനയിൽ ഉണ്ണി മുകുന്ദന് വിജയസാധ്യതയെന്നാണ് വിലയിരുത്തൽ. കെ. സുരേന്ദ്രൻ, പ്രശാന്ത് ശിവൻ, അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ് എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം ശോഭാ സുരേന്ദ്രന് പാലക്കാട് താൽപര്യമില്ലെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാനത്ത് 9 മണ്ഡലങ്ങൾ ഉറപ്പിക്കാനാണ് നീക്കം. 34 എ ക്ലാസ് മണ്ഡലങ്ങൾ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് മണ്ഡലങ്ങൾ എ, ബി എന്നിങ്ങനെ തരംതിരിച്ചത്. ഇതിൽ കൂടുതൽ തൃശൂരും തിരുവനന്തപുരവുമാണ്. സിനിമാ താരങ്ങളിൽ ചിലരെ മത്സരിപ്പിക്കാമെന്നാണ് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടത്. പാർട്ടിക്ക് ജനകീയ സ്വഭാവം കൈവരിക്കാനാണിത്. ഉണ്ണി മുകുന്ദൻ, ജയറാം, ദേവൻ തുടങ്ങിയവരെല്ലാം ഇത്തവണ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയേക്കാം എന്ന വാർത്തകളുണ്ട്. ഇതിൽ ദേവൻ പട്ടികയിലുണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള താരങ്ങൾ മത്സരരംഗത്തിറങ്ങാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. നടനും നിർമ്മാതാവുമായ ഉണ്ണി മുകുന്ദൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. മുൻ IPS ഓഫീസറും മുതിർന്ന ബി.ജെ.പി. നേതാവും തമിഴ്നാട് മുൻ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റുമായ കെ. അണ്ണാമലയോടൊപ്പം ഉണ്ണി ചെലവഴിച്ച നിമിഷങ്ങളായിരുന്നു ശ്രദ്ധ നേടിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ താരം മത്സരിക്കുമോ എന്ന കാര്യങ്ങളിലേക്കും ആ ഒരു ചിത്രത്തിലൂടെയും ചർച്ചകളെത്തിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഉണ്ണി മുകുന്ദൻ മത്സരിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. എന്നാൽ ഇത് താരം അംഗീകരിച്ച കാര്യമാണോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല.